മലനിരകളാൽ ചുറ്റപ്പെട്ട കൊച്ചി എന്ന് പറഞ്ഞു. സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വീഡിയോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം. ആളുകൾ അത് കണ്ട് ആസ്വദിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മലകൾ കാണുന്നതായിട്ടുള്ള ഒരു വിഷ്വൽസ് ഉണ്ട്. അതിൻ്റെ താഴെ കുറേ പേര് എന്ത് ഭംഗിയാണ് കാണാൻ എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു കമൻ്റാണ്, അപ്പം മുല്ലപ്പെരിയാർ ഒത്തിരി ദൂരെയൊന്നും അല്ലല്ലേ. എല്ലാവരുടെയും ഒരു ചോദ്യം അതാണ്. എത്രത്തോളം ഭയക്കണം കൊച്ചി എന്നൊരു നഗരം മാത്രമല്ല ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് അതെപ്പോഴും ഉള്ളിലുണ്ട്. ഒരു നല്ലൊരു സീനിക് വ്യൂ വന്നു കഴിഞ്ഞാൽ പോലും അവരുടെ ഉള്ളിൽ അടുത്ത ചോദ്യം മുല്ലപ്പെരിയാർ ദൂരെയല്ല. ഈ ഡാം തകർന്നാൽ അതിതീവ്രമായ ഹാമറിങ് എഫക്റ്റ് ഉണ്ടാവും ഇടുക്കി ഡാമിൽ. അത് പറയണമെങ്കിൽ ഒരു ഹൈഡ്രോളജിസ്റ്റ് വരണ്ടേ. നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ ഈ സർക്കാരുകൾ, നമ്മളെ പൊട്ടാൻ കളിപ്പിക്കാല്ലേ. മലയാളി ഓരോ ദിവസവും വിഡ്ഢിയാണെന്ന് സ്വയം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ട്. സീസ്മോളജിസ്റ്റ് വന്ന് അനലൈസ് ചെയ്യാത്തതിന്റെ കാരണം എന്തായിരിക്കും? താല്പര്യമില്ല. കള്ളം പുറത്താവും. ഒരു ഇപ്പൊ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഇതൊന്ന് പരിശോധിക്കട്ടെ, ഞെട്ടും. ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വ്യക്തി ഇരുന്ന് കുറേ സ്കൂളിൽ പോകാത്ത കുറേ ആൾക്കാർ യൂട്യൂബിൽ ഇരുന്ന് പറയുന്നതാണ്. ഡാമിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ്. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞ ആളുകൾ കേട്ടിട്ട് പോലും ഇന്ത്യയിൽ. അവരൊന്ന് പരിശോധിച്ചിട്ട് പറയട്ടെ ഇത് എത്ര നാൾ നിൽക്കും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ വേണോ, അങ്ങനെ ഡീകമ്മീഷൻ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിന് വെള്ളം കിട്ടണ്ടേ, അതിനെന്താണ് മാർഗം എന്ന് പറയേണ്ടത് യൂട്യൂബേഴ്സ് അല്ല.